ഏതോ ഒരു ഹോളിവുഡ് മൂവിയിൽ നിന്നും അഡോപ്റ്റ് ചെയ്ത് അതാ വരുന്നു തലയുടെ വിടാമുയർച്ചി. പടം തുടങ്ങുന്നു. ഗംഭീര ലൊക്കേഷൻ അസർബൈജാൻ. അവിടെ മൊത്തം പച്ചത്തമിഴ്. അച്ഛൻ മകൾ കോംബോ പോലെ തോന്നിയ സീൻസ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തൃഷ തല കോംബോയിൽ ലവ് മേക്കിംഗ് ആയിരുന്നു എന്ന്. ഓക്കെ വെറുതെ അല്ല തല കരിക്കലത്തിൽ വീണ പോലെ ഡൈയടിച്ച് ക്ലീൻ ഷേവ് ലുക്കിൽ വന്നത്. ഇവൻ റൊമ്പ അഴക് പെരിയ അഴക് കേട്ടപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതായിരുന്നു. നിർവികാര ലവ് മേക്കിംഗ് കഴിഞ്ഞ് കഥയിലേക്ക് കിടക്കുന്നു. കുഞ്ഞ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തല തൃഷ എന്ന വ്യക്തിയെ തന്നെ മറക്കുന്നു. തൃഷ പുതിയ ടെറഫ് തപ്പിപ്പോകുന്നു. ഇനി ആ കോർട്ട് മതിയെന്ന് പറയുന്ന ഭാര്യയെ കൊണ്ടുപോയി വിടുന്നു തല. പാവം വയസ്സായ ആളല്ലേ, സെൻറ്റിമെൻ്റ്. നോക്കണേ വിധിയുടെ വിളയാട്ടം. ഒട്ടും പ്രതികരണശേഷിയില്ലാത്ത തലയെ ഒരു ഗ്യാങ് ട്രാപ്പിലാക്കുന്നു. ശേഷം വൈഫ് മിസ്സാകുന്നു. അപ്പം നമ്മൾ ഓർക്കുന്നു ഇപ്പോൾ ഉണ്ടടാ അതിനൊക്കെ തല പോലെ വരുമ. പക്ഷെ ഒന്നും സംഭവിക്കില്ല. ഇങ്ങേര് വെയിലും കൊണ്ട് കായൽ പായൽ കായൽ എന്നും പറഞ്ഞ് കരഞ്ഞു മെഴുകി മരുഭൂമി കറങ്ങും. വില്ലൻ ഗ്യാങ് അർജുൻ, റെജീന, ആരവ്. ഈ പെൻഷൻ കേസിനൊക്കെ ഡീൽ ചെയ്യാൻ ഇത്രയും പേരോ? പാവം തോന്നും. ചെണ്ടയാണ് തല, വരുന്നവനും പോകുന്നവനും ഒക്കെ കൊട്ടുന്നു. ഇടയ്ക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് കൊട്ടേഷൻ കൊടുത്തതാക്കുന്നു. അൾട്ടാ പുൾട്ട. ആർക്കിട്ടെങ്കിലും കൊടുക്ക്, ഇതൊന്ന് തീർത്തു തന്നാൽ മതി എന്ന് നമ്മൾ. കാർ ചേസിങ് കുറേയുണ്ട്. പിന്നെയാണ് വില്ലന്മാർ മൊത്തം മാനസിക രോഗികളായിരുന്നുവെന്നും വലിയ വലിയ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നും കാണിക്കുന്നത്. ഈ പ്രാന്തന്മാരെയെല്ലാം തകർത്ത് പുതിയ കോർട്ട് തേടിയ തൻ്റെ ഭാര്യയെ ഈ വൃദ്ധൻ രക്ഷിക്കുമോ? അവർ ഒന്നാകുമോ? അതാണ് ഈ സിനിമയുടെ കഥ. ഒരു വൃദ്ധൻ്റെ വിടാമുയർച്ചി എന്തായി എന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. ലൈക്കയ്ക്ക് നല്ല ബെസ്റ്റ് ടൈം. ഇറങ്ങിയതുപോലും പലരും അറിഞ്ഞിട്ടില്ല. അജിത്തെ കടവിളയ ടീംസ് പോലും ഉറങ്ങിപ്പോകും ഈ പെടാപ്പാട് പിടിച്ച മുയർച്ചി കണ്ട്. ടെക്നിക്കൽ സൈഡ് പെർഫെക്റ്റ്. കഥാനായകൻ രണ്ടും രണ്ടു വഴിക്ക്. മ്യൂസിക് പിന്നെ പറയേ വേണ്ട. വില്ലനും നായകനും പോലും ഒരേ ബീജിയം. അജിത്ത് പഴയകാല സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്ന പറച്ചിലേക്ക് പോകും മുമ്പേ ഒരു തിരിച്ചുവരവുണ്ടാവട്ടെ.